ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കറിവേപ്പിൻ കൃഷിയാണ്. കറിവേപ്പിൻ കൃഷി ഞാൻ 2 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത് പക്ഷേങ്കിൽ ചട്ടിയിൽ എങ്ങനെയാണ് നട്ട് വളർത്തുന്നത് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. കുറേ പേര് കറിവേപ്പ് കണ്ടിട്ട് ചട്ടിയിൽ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കാരണം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അവിടെ മണ്ണ് കിട്ടാനും സ്ഥലത്തിനും ഒക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ എല്ലാവരും ഇത് കണ്ടു നോക്കണം. വളരെ രസകരമായിട്ടാണ് ഇത് നടുന്നത്. അപ്പം ഇനിയും കറിവേപ്പ് നടാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നട്ടുപിടിപ്പിക്കുക. കുറേ പേര് കൃഷിയിലോട്ട് വന്നിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതായ കാര്യങ്ങൾ, കാരണം എനിക്ക് സക്സസ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. വളരെ സപ്പോർട്ടീവായിട്ടുള്ളവർ കുറേ പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സ്ഥലമില്ലാത്തവർക്കും മണ്ണില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ടുണ്ട്. ശനി ഞായറൊക്കെ ആയതുകൊണ്ട് അവൻ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവന് ഒരു 8-ൻ്റെ പണി കൊടുക്കണ്ടേ. അപ്പം മോൻ പോയിട്ട് ഒരു സിമെൻറ്റിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്കിപ്പം സിമെൻറ്റിൻ്റെ ചട്ടിയിൽ വന്നപ്പം കറിവേപ്പ് വളർത്തേണ്ട കാര്യമില്ല. കാരണം നമുക്കിവിടെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മണ്ണിൽ തന്നെ അങ്ങ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ. അപ്പം പിന്നെ ഗ്രോ ബാഗും ഉണ്ട്. പിന്നെ ചട്ടിയുടെ ആവശ്യമില്ല. പിന്നെ ചട്ടിയിലൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ചെടികളൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് പയ്യെ കൊണ്ട് ഞങ്ങൾ വളർത്തുന്നുള്ളൂ. കാരണം മുറ്റത്തൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പയ്യെ അതൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം ഹെബിൻ വന്ന സ്ഥിതിക്ക് അവന് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണം. അപ്പം പിന്നെ കറിവേപ്പങ്ങ ചട്ടിയിലൊക്കെ നമുക്ക് നടാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കറിവേപ്പിൻ്റെ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഷീറ്റിനകത്ത് കണ്ടൊരു പൂച്ച കയറി കിടക്കുക നമ്മൾ വരുന്ന സമയം കൊണ്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെബിൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ചട്ടി. കണ്ടില്ലേ, ഇത്രയും വലിപ്പമൊക്കെ വേണം. ഇവിടെ വലിപ്പം ഉണ്ടായാലും കുഴപ്പമില്ല. ഇതിനകത്തപ്പം മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവനെ മണ്ണെടുത്തുണ്ടോ അതിന്? അപ്പം ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തെങ്ങിൻ്റെ കരയ്ക്കുന്ന് വെട്ടിയെടുത്ത മണ്ണാണ് കേട്ടോ അത്. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണത്. നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട്. സത്യം തന്നെയാണ്. അങ്ങോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വിത്തുകൾ നല്ലതുപോലെ കിളിച്ച് വരുന്ന മണ്ണാണ് ഇവിടുത്തേത്. ഇപ്പോൾ നടുന്ന കാണാനായിട്ട് ചിന്നും മിന്നും എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ചിന്നും മിന്നും കാണാൻ വന്നിരിക്കുക. കണ്ടോണം. ഒരു ചട്ടി മണ്ണിട്ടിട്ടുണ്ട്. അതിൽ 2-3 പിടി ആട്ടും കാഷ്ടവും ചാരവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇടുകയാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കുന്നത് കരിയിലായിരുന്നു. ഇതുവരെയും ഞാൻ നിറച്ചുകൊണ്ടിരുന്നത് കരിയിലായിരുന്നു. ഇഷ്ടംപോലെ കരിയില നമുക്കിവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഈ കോക്കോപ്പീറ്റൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല ഇന്നുവരെ. അപ്പം നിങ്ങൾക്കായിട്ട് വേണ്ടി മാത്രം, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ കോക്കോപ്പീറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ശനിയും ഞായറും ഞാൻ എത്തുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഫ്ലാറ്റിലൊക്കെ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു കറിവേപ്പ് ചട്ടി നടാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ മോശമല്ലേ? മോശം. പെണ്ണ് കാണാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന പോലെ കറിവേപ്പ് നടാൻ അറിയാം. അല്ല, ഭാര്യ തന്നെ ചോദിക്കത്തില്ല. അമ്മ എത്രയൊക്കെ ചെയ്യാൻ അറിയാന്നിട്ട് മോനൊരു കറിവേപ്പ് പോലും നടാൻ അറിയത്തില്ലെന്ന് ചോദിച്ചാൽ അതൊരു മോശം. അപ്പോൾ ഇതാണ് നമ്മുടെ ചകിരിച്ചോറെന്ന് പറയുന്ന സാധനം. ഇതിപ്പം 2 കിലോ വാങ്ങിച്ചിരിക്കുകയാണിത്. നല്ല ബണ്ടിലായിട്ടുള്ളത് കിട്ടും. അതെത്ര? 20 കിലോ? 20 കിലോ. 140-150 രൂപ ഉണ്ടായിരുന്നു. ഇത് 20 രൂപ. അത് ബ്ലോക്കായിട്ട് കിട്ടും കേട്ടോ. ബ്ലോക്കായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കംപ്രസ് ചെയ്തൊരു ബ്ലോക്ക് മതി, ഒരു കട്ട മാതിരി കിട്ടും. അതൊരു ദിവസം വെള്ളത്തിൽ നനച്ച് ഒരു ദിവസം ഫുള്ള് രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് 20 കിലോ ഒരു ചാക്ക് നിറച്ച് നമുക്ക് കോക്കോപ്പീറ്റായിട്ട് ഇതേപോലെ കിട്ടും. ഇത് അതിൻ്റെ തന്നെ ആ വെള്ളത്തിൽ നനച്ച സ്റ്റേറ്റില്ല, ആ സാധനമാണ് ഇത്. മണ്ണും ഇതൊന്നും ഇല്ലാത്തവർക്ക് പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അതും എല്ലാം ഈ സീഡ് വിൽക്കുന്ന കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. പോട്ടിംഗ് മിശ്രിതം എന്ന് വെച്ചാൽ വേറൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരിച്ചോറും അതിന് വേണ്ടിയുള്ള കാൽഷ്യമും മറ്റേ അതെല്ലാം മിക്സ് ചെയ്തതാണ്. വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട. പോട്ടിംഗ് മിശ്രിതം ഇട്ടാൽ അതിനകത്ത് സുഡോമോണസ്, കുമ്മായം അവരോട് ചോദിച്ചിട്ട് കിട്ടിയ അറിവാണ് ഈ പറയുന്നത്. അവർ അതിനകത്ത് സുഡോമോണസ്, കുമ്മായം, ചാരം, ചാണകം, അതിന് വേണ്ടുന്ന എല്ലാ വളങ്ങളും കൂടെ മിക്സ് ചെയ്തതാണ് ഈ പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ വേറെ മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇതിനകത്ത് അങ്ങ് നിറച്ചാൽ മതി ഈ ചട്ടിക്കകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിപ്പം ഒരു ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട്. ഒരു അരച്ചട്ടിയോളം ഒരു 3 പിടി ചാരവും കൂടെ എടുത്തിട്ടുണ്ട്. ചാണം എന്ന് വെച്ചാൽ നമ്മുടെ ആട്ടും കാഷ്ടമാണ് എടുത്തിരിക്കുന്നത്. ചാണം ഉണ്ടെങ്കിൽ ചാണകം എടുക്കാം. പച്ച ചാണകം ഉപയോഗിക്കരുത്.
ഉണങ്ങിയ ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കാവൂ. നല്ലതാണ്. 3 പിടി ചകിരിച്ചോറിട്ടിട്ടുണ്ട്. നമ്മുടെ ചിന്ന് വന്നിട്ടുണ്ട്. ഇനി 2 സ്പൂൺ കുമ്മായം ഇടുന്നുണ്ട്. രണ്ട് സ്പൂണേ ഇടുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാ വളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് നിറയ്ക്കാനായിട്ട്. എബിനൊന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. വെള്ളം പോകാനായിട്ടൊക്കെ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടല്ലോ. അങ്ങനെയുള്ള ചട്ടി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ മിശ്രിതം ഇതിനകത്തോട്ട് കോരിയിടാം. മുക്കാലിടം നിറച്ചാൽ മതി. ഇനി ഇതിൽ നമ്മൾ കറിവേപ്പ് നട്ടതിന് ശേഷം കുറച്ച് 2 ഇല 3 ഇല പരുവൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ മണ്ണ് നിറയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ വേണ്ട നമുക്ക്. ഇതിപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കാം. ഇത് ചട്ടി ഇത്ര ആയതുകൊണ്ടാണ് ഇത്രയും നിറച്ചത്. ഇനി നമുക്ക് കറിവേപ്പിനകത്തോട്ട് പറിച്ച് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറിവേപ്പിൽ നിന്ന് വീണ് കിളിച്ച ഒരു തൈയാണ് ഇവിടെ നിൽക്കുന്നത്. അതിനെ നമുക്ക് വേര് പോകാതെ കളച്ചെടുക്കണം. അഥവാ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ആ കവറിനകത്താണല്ലോ കിട്ടുന്നത്. ആ കവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ആ തൈ മാറ്റിയെടുത്തിട്ട് ചട്ടിയിലോട്ട് പറിച്ച് മാറ്റണം. വേര് പോകാത്ത രീതിയിൽ വേണം ഇതിനെ കളച്ചെടുക്കാനായിട്ട്. വേര് പോകാത്ത രീതിയിൽ വേണം ഈ തൈയിനെ നമ്മൾ പറിച്ച് എടുക്കാനായിട്ട്. ഇവിടെ നിന്ന മണ്ണോട് ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി നടാം. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിളച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് പോകാത്ത രീതിയിൽ ആ മണ്ണോട് ചേർത്ത് വേണം കിളച്ചുകൊണ്ടൊന്ന് പറിച്ച് മാറ്റി നടാനായിട്ട്. അഥവാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ആ കവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ മണ്ണ് വേരും നശിച്ചു പോകാത്ത രീതിയിൽ എടുത്തിട്ട് ഈ ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി നടണം. നടുക്കോട്ട് ഒരു കുഴി ഒഴിക്കുക. മണ്ണോടുകൂടി അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നല്ലോണം ഉറപ്പിച്ച് കൊടുക്കണം. രാവിലെയും വൈകുന്നേരം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ, സ്വല്പം കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് വളവും ഒക്കെ ഇട്ട് കൊടുക്കാം. ചൂടൊക്കെ വളർന്ന് കഴിയുമ്പോൾ ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു പിടി ചകിരിച്ചോറ് മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ തൈ നടുന്നതാണ് കറിവേപ്പിന് ഏറ്റവും നല്ലത്. അതിൻ്റെ മൂട്ടിൽ നിന്ന് വേരിൽ നിന്നൊക്കെ പൊട്ടി വളരുന്നത് നട്ടാൽ നല്ലതുപോലെ ഒന്നും വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ തൈ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. കഴിവതും എല്ലാവരും ഒരു കറിവേപ്പിൻ തൈ നടുക. കടയിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സ്വല്പം വെള്ളം അതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട. അപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യും അങ്ങ് നട്ടത്. അല്ലെങ്കിൽ വളവും മണ്ണുമായിട്ടൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞിട്ട് നട്ടാലും മതി. ഇപ്പം കാണിച്ചില്ലെങ്കിൽ പിന്നെ എവിനെ കിട്ടത്തില്ല. മതി. ഞാൻ ചട്ടിയിൽ കറിവേപ്പ് നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ വേണ്ട രീതിയിൽ പരിചരിച്ചെങ്കിൽ മാത്രമേ കറിവേപ്പില കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ പുഴുവൊക്കെ ആക്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾ വേണ്ട വിധം കെയർ ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പറമ്പിൽ വളർത്തുന്ന കറിവേപ്പാണെങ്കിലും ചട്ടി വളർത്തുന്ന കറിവേപ്പാണെങ്കിലും ചില സീസണിലൊക്കെ അതിനെ ഉറുമ്പും അതിന് ചില ഇലപ്പേനുകളൊക്കെ ആക്രമിക്കാറുണ്ട്.
അപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് അവരും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മുടെ തലയിലാണെങ്കിലും താരനൊക്കെ വരാറില്ലേ, എന്നിട്ട് നമ്മൾ മുടി മൊത്തം മുട്ടയടിച്ചൊന്നും കളയാറില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്തെങ്കിലും ഒന്ന് കേട് വന്നാൽ, എന്തെങ്കിലും പുഴുവോ ഉറുമ്പോ ഒക്കെ വന്നാൽ നമ്മൾ മൂടോടെ വെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ചൂടൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ അങ്ങ് പോയിക്കോളും. വെള്ളവും വളവും ഒക്കെ കൊടുത്തിരുന്നാൽ മതി. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നല്ലതുപോലെ തഴച്ച് വളർന്നോളും. ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഓണത്തിൻ്റെ കറികൾക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും എനിക്ക് ഇഷ്ടം പോലെ കറിവേപ്പില യഥേഷ്ടം പോലെ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും നമുക്കങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പേര് കൊണ്ടുപോയി ഓണത്തിനൊക്കെ ആണെങ്കിലും അല്ലാതൊക്കെ ആണെങ്കിലും അത് നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളത്രയും വളർത്തിയിട്ട് ഞാൻ അതിനുവേണ്ടി നാളൊന്നും ആയില്ല ഈ കറിവേപ്പും വളർത്തിയിട്ട്. 2016 ഞാൻ എൻ്റെ ഈ കറിവേപ്പെല്ലാം നട്ടുപിടിച്ചത്. പക്ഷെ പെട്ടെന്ന് വരികയും ചെയ്തു, നല്ലതുപോലെ ഇലയും ഉണ്ട്. കണ്ട റംബൂട്ടാൻ്റെ ഇല മൊത്തം പിച്ച് തിന്നുക. ഇവരെ കൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ചിന്നും മിന്നും കയറിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എല്ലാത്തിൻ്റെയും തലപ്പ് കടിച്ചു പറിച്ച് നിന്നുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൂടെ വരികയും ചെയ്യും. കറിവേപ്പ് അങ്ങോട്ട് നട്ടില്ല, അപ്പോഴേ വന്നിരിക്കുക. അവർ തിന്നിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കണം ഒരാൾ. അങ്ങനത്തുള്ള സാധനമാണ് 2 എണ്ണം. കറിവേപ്പിനിട്ടതിൻ്റെ ബാക്കി മണ്ണ് നമുക്ക് ഞാൻ 3 മത്തം നട്ടിട്ടുണ്ട്. കിളിച്ച് വരുന്നൊന്നും വിചാരിച്ചല്ല, പക്ഷേ എങ്കിൽ നല്ലോണം കിളിച്ച് വരുന്നുണ്ട്. ആ മണ്ണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് നല്ലതുപോലെ പടർന്ന് വരും. അതാണ് എൻ്റെ അരി കയ്യിലിരിക്കുമ്പോഴേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചൊന്നും അങ്ങനെ പ്ലാനും ചെയ്യാറില്ല. അതെല്ലാം ദൈവം നോക്കിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് പടർന്ന് വരുമ്പോൾ താഴോട്ടങ്ങ് പടർത്തി വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ എന്തൊക്കെയാണോ പ്ലാനിങ് എന്നറിയത്തില്ല. അത് ഇങ്ങനെയാണ് എൻ്റെ വേലകൾ. എന്ത് ചെയ്യാനാണ്, പച്ചക്കറി നട്ടാൽ ഭയങ്കര പ്ലാനിങ്ങാണ്. അപ്പം അങ്ങനെ പടർത്തണം, ഇങ്ങനെ പടർത്തണം, ഇതൊക്കെയാണ് എൻ്റെ ഒരു വേലകൾ. കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് പെട്ടെന്നാക്കിയിട്ട് നമ്മൾ പച്ചക്കറി കൃഷിയിലോട്ടൊക്കെ ഒന്ന് തിരിയണം. കണ്ടോ, ഇതുപോലൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും കടയിൽ. അല്ലെങ്കിൽ കുർപ്പി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതിങ്ങനെ എന്നുവെച്ചാൽ സിമെൻറ്റൊക്കെ കോരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നല്ലതാണ്. അതിൻ്റെ ചുവട്ടിലെ മണ്ണെല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊടുക്കും. ഇനി നമുക്ക് കറിവേപ്പിനിട്ട് അതിൻ്റെ ബാക്കി മണ്ണ് ഇതിനകത്ത് കൊണ്ടൊന്ന് ഇടാം. നമ്മൾ ഉറപ്പിച്ചൊക്കെ കൊടുക്കണം. ഒരു വലിയ ചട്ടിയിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതാണ് ഞാൻ മണ്ണൊക്കെ എടുത്തത്, വളമൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചട്ടിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മണ്ണൊക്കെ വളമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ്, ചെറിയ ചട്ടിയായാലും വലിയ ചട്ടിയാണെങ്കിലും ഇങ്ങനെയാണ് കറിവേപ്പ് നടുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.